സ്വന്തം മിഥിലാമിസാണ്. മക്കളെ, ഓണപരീക്ഷ ഇങ്ങനെ മൂക്കിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഓരോ പരീക്ഷകളും നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കെമിസ്ട്രി എക്സാം ഒക്കെ അടുത്ത് വരാറായില്ലേ. അപ്പൊ ഒരുപാട് മക്കൾക്ക് ഒരുപാട് സംശയമുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ 3rd ചാപ്റ്റർ, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മക്കൾ ഏകദേശം 12 മാർക്കിനോളം നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഈ ഒരു മുഴുവൻ ചാപ്റ്ററും ഒരു 15 മിനിറ്റ് കൊണ്ട് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാ. അപ്പൊ ഈ ഒരു 15 മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പരീക്ഷയ്ക്കുള്ള 12 മാർക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റും. അപ്പോ എല്ലാ കൺഫ്യൂഷൻസും മാറ്റി മിസ് വെറും 15 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾക്ക് ഇതങ്ങനെ പുഷ്പം പോലെ സെറ്റ് ആക്കി തരാൻ പോവാണ്. അപ്പൊ എല്ലാവരും ബുക്കും പേനയും പേപ്പറും ഒക്കെ എടുത്താൽ റെഡി ആയിട്ടിരിക്കാം. അപ്പൊ മക്കളെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ഒന്നുമില്ല, നമ്മുടെ മെറ്റൽസിന്റെ കുറെ റിയാക്ഷൻസ് ആണ് അല്ലെ. ലോഹങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അവർ എയറുമായിട്ട്, വാട്ടറുമായിട്ട്, അതേപോലെ തന്നെ ആസിഡുമായിട്ട് ഒക്കെ റിയാക്ട് ചെയ്യും. അപ്പോ ഇവിടെ നിന്നും 2 രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഈ പറഞ്ഞ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ലോഹങ്ങള് വെള്ളവുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കും എന്ന് എന്റെ കുട്ടികൾക്ക് ചോദ്യം വരില്ല. അപ്പൊ എന്റെ കുട്ടികൾ മനസ്സിലാക്കണം, ഒരു മെറ്റല് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ, വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ മെറ്റൽ ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. അപ്പോ ലോഹത്തിന്റെ ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ വാതകവും പുറത്തേക്ക് വരും. അപ്പോ നമ്മുടെ കയ്യിൽ 3 മെറ്റൽസ് ആണ് തന്നിട്ടുള്ളത്. 3 മെറ്റൽസിന്റെ കാര്യം മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. സോഡിയം, മഗ്നീഷ്യം, കോപ്പർ. ഈ 3 മെറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോഡിയം മാത്രമാണ് മക്കളെ കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോ കോൾഡ് വാട്ടറുമായിട്ടും കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്തായാലും ഹോട്ട് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യില്ലേ. അപ്പൊ തണുത്ത ജലവുമായിട്ട് പോലും രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടുന്ന ഒരു ലോഹമേതാ, ഒരു മെറ്റൽ ഏതാണ്? നമ്മുടെ സോഡിയമാണ്. ഇനി മഗ്നീഷ്യം എടുത്തു കഴിഞ്ഞാൽ കോൾഡ് വാട്ടറുമായിട്ട് അയാൾ റിയാക്ട് ചെയ്യില്ല, പക്ഷെ ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. ഇനി നമ്മുടെ കോപ്പർ ആണെങ്കിലോ, 2 പേരും തണുത്ത വെള്ളം ആയിക്കോട്ടെ ചൂടുവെള്ളം ആയിക്കോട്ടെ അവിടെ റിയാക്ഷനേ നടക്കുന്നില്ല. ഇനി എന്റെ കുട്ടികൾ ഓർക്കുക, ഈ 3 മെറ്റൽസ് എടുത്താൽ ഇവരുടെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ, ജലവുമായിട്ടുള്ള രാസപ്രവർത്തനത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സോഡിയത്തിനാണ്, പിന്നെ മഗ്നീഷ്യത്തിന്, പിന്നെ കോപ്പറിന് റിയാക്ടിവിറ്റി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഇനി നോക്കിക്കേ, നമ്മുടെ സോഡിയം കുട്ടനുണ്ടല്ലോ, നമ്മുടെ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളാണ് NaOH. അതാണ് മിസ് പറഞ്ഞ മെറ്റൽ ഹൈഡ്രോക്സൈഡ്, ലോഹത്തിന്റെ ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസിനെയും കിട്ടും. മഗ്നീഷ്യം ആണെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ വാതകം കിട്ടും. കോപ്പർ ആണെങ്കിലോ കോപ്പർ ഹൈഡ്രോക്സൈഡ് കിട്ടോ? കിട്ടില്ല. അപ്പൊ നോക്ക, ഹോട്ട് വാട്ടർ ചൂട് ജലവുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മഗ്നീഷ്യമാണ്. തണുത്ത ജലം കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് സോഡിയം, കോപ്പറിന് റിയാക്ഷൻ ഇല്ല. ഇനി ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു മക്കളെ. ഒരു മെറ്റല് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ, ആസിഡുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ ഏർപ്പെട്ടാൽ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസുമാണ്. അതായത് ലോഹത്തിന്റെ ലവണം ഉണ്ടാകും, ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. ഇനി ഈ ഹൈഡ്രജൻ വാതകമാണ് ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നതായിട്ട് എന്റെ കുട്ടികൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇവിടെ കുറച്ച് മെറ്റൽസ് തന്നിട്ടുണ്ട്. ഈ മെറ്റൽസ് കണ്ടു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് മനസ്സിലാകും ഇവിടെ ഏറ്റവും കൂടുതൽ ബബിൾസ് വന്നിട്ടുള്ളത് മഗ്നീഷ്യത്തിന്റെ കയ്യിലാണ് അല്ലെ. അപ്പൊ ആസിഡുമായിട്ട് ഈ താഴെ തന്നിരിക്കുന്ന ലോഹങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ആരാ? നമ്മുടെ മഗ്നീഷ്യമാണ്. പിന്നെ അതിനുശേഷം ബബിൾസ് വന്നിട്ടുള്ളത് സിങ്കിലാണ്. അത് കഴിഞ്ഞാൽ വന്നിട്ടുള്ളത് എവിടെയാ? അയണിലാണ്. പിന്നെ നമ്മുടെ ലെഡ്. നോക്കിക്കേ, കോപ്പറിന് ഇവിടെയും റിയാക്ഷൻ ഇല്ല അല്ലെ. അപ്പൊ കോപ്പർ ആസിഡുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് തന്നെ. ഇതെന്തടാ ഇങ്ങനെ? കോപ്പർ ആസിഡുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് നമുക്ക് പറയാം. അപ്പോ ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ വാതകത്തെ റിലീസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കോപ്പറിനില്ല. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യാൻ കോപ്പറിന് പറ്റില്ല, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ഓരോരുത്തർക്കും ഓരോ മെറ്റലിനും ഓരോ രീതിയിൽ
രീതിയിലാണ് റിയാക്ടിവിറ്റി അല്ലെ. അപ്പൊ ഇങ്ങനെ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന രീതിയിൽ, ക്രിയാശീലം കുറഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ അടുക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അതാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ മെറ്റൽസിന്റെ അവരുടെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന രീതിയിൽ, ലോഹങ്ങളെ അവയുടെ ക്രിയാശീലം കുറഞ്ഞു വരുന്ന രീതിയിൽ അടുക്കി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി. ഈ ക്രിയാശീല ശ്രേണിയെ ഒരു സിമ്പിൾ കോഡ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കേ. PSC എഴുതാൻ മെസ്സി നിൽക്കുമ്പോൾ ടിന്ന് നിറയെ ലഡുമായി ഹായ് പറഞ്ഞു കോ സി ഗോ. അതായത് PSC എന്ന് പറയുമ്പോ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം. PSC, P for potassium, S for sodium, C for calcium. ഇനി മസി എന്ന് പറയുമ്പോൾ മക്കളെ 4 മെറ്റൽസ് അവിടെ വരും. M for magnesium, A for അലൂമിനിയം, Z for സിങ്ക്, I എന്ന് പറഞ്ഞാൽ നമ്മൾ അയൺ എന്ന ഉദ്ദേശത്തിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. Fe അയൺ ആണ്. നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൽ Ni, നിങ്ങൾ നിക്കലിനെയാണ് ഓർക്കാൻ വേണ്ടത്. ഇനി ടിന്ന് നിറയെ എന്ന് പറയുമ്പോൾ മറ്റാരുമല്ല നമ്മുടെ ടിന്ന് തന്നെയാണ്. ലഡുമായി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ലഡു വരുന്നു. ഓക്കെ, അപ്പോ PSC എഴുതാൻ മെസ്സി നിൽക്കുമ്പോൾ ടിന്ന് നിറയെ ലഡുമായി എന്ന് പറയുമ്പോൾ ഏതൊക്കെ മെറ്റൽസ് ആയി? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, പിന്നെ മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, പിന്നെ നിക്കൽ, ടിന്ന്, ലെഡ്. അത് കഴിഞ്ഞ് ഹായ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹൈഡ്രജനെ ഓർക്കാം. അതിനുശേഷം വരുന്ന 3 മെറ്റൽസ് ആണ് കോ സി ഗോ. അതായത് കോപ്പർ, സിൽവർ, ഗോൾഡ്. കോ സി ഗോ, കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പൊ ഹൈഡ്രജന് ശേഷമാണ് നമ്മുടെ കോപ്പറും സിൽവറും ഗോൾഡും വരുന്നത്. വിച്ച് മീൻസ് കോപ്പറിനോ സിൽവറിനോ ഗോൾഡിനോ ഒന്നും തന്നെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ടോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടോ ഹൈഡ്രജനെ പുറത്തു വിടാൻ കഴിയില്ല. ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഹൈഡ്രജനെ കാട്ടിലും റിയാക്ടിവിറ്റി കുറവാണ് ഇവർക്ക്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റിയാക്ടിവിറ്റി സീരീസ് വെച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദേശം ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മക്കളെ, റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റല് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അവന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും തട്ടിക്കളയുന്നു. ക്രിയാശീലം കൂടിയ ലോകം ക്രിയാശീലം കുറഞ്ഞ ലോകത്തെ അവന്റെ ലവണ ലായനിയിൽ നിന്നും ആദേശം ചെയ്യുന്നു, അവനെ പുറത്താക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മക്കളെ, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കി എപ്പോഴും വെക്കേണ്ട ഒരു കാര്യമുണ്ട്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് എപ്പോഴും ഓക്സിഡേഷൻ സംഭവിക്കും, കുറഞ്ഞ ആൾക്ക് എപ്പോഴും റിഡക്ഷൻ ആയിരിക്കും. ഓക്കെ, ക്രിയാശീല കൂടിയ ലോഹത്തിന് ഓക്സീകരണവും കുറഞ്ഞ ലോഹത്തിന് നിരോക്സീകരണവുമായിരിക്കും എപ്പോഴും സംഭവിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കോപ്പർ സൾഫേറ്റും സിങ്കും. അപ്പൊ നോക്കിക്കേ, കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് കോപ്പറിന്റെ ലവണ ലായനിയാണ്, സോൾട്ട് സൊല്യൂഷൻ ആണ്. ഈ കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്കിനെ നമ്മൾ ഇറക്കി വെക്കുക. സിങ്ക് ദണ്ടിനെ, സിങ്ക് റോഡിനെ ഇറക്കി വെച്ചു. എന്തായിരിക്കും സംഭവിക്കുക? എന്റെ കുട്ടികളൊന്ന് നോക്കിക്കേ, നമ്മുടെ സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്കറിയാം സിങ്കിന് കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടുതലാണ്. അപ്പൊ സിങ്കിന് എന്ത് ചെയ്യാൻ സാധിക്കും? കോപ്പർ സൾഫേറ്റിൽ നിന്നും കോപ്പർ അയോണുകളെ ആദേശം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ കോപ്പറിനെ ടിഷ്യൂ എന്ന് പറഞ്ഞ ഒരൊറ്റ ചവിട്ടി പുറത്താക്കല, കോപ്പർ മെറ്റൽ ആയിട്ട് മാറും. ഇനി സിങ്കിന്റെയും കോപ്പറിന്റെ സ്ഥാനത്ത് കയറിയിരിക്കും. എന്നിട്ട് സിങ്ക് സൾഫേറ്റ് ആയിട്ട് ഇയാള് മാറി. അപ്പോ സിങ്ക് കോപ്പർ സൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്കിന് ക്രിയാശീലം കൂടുതലാണ്. അപ്പൊ ക്രിയാശീലം കുറഞ്ഞ, റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ സിങ്ക് ഡിസ്പ്ലേസ് ചെയ്തു. എന്നിട്ട് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറി. കോപ്പർ ആറ്റംസ് ആയിട്ട് അവിടെ റിലീസ് ചെയ്യപ്പെട്ടു. ഇതാണ് ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. മക്കളെ, ഇനി നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട, ഓർത്ത് വെക്കേണ്ട ചെറിയ 1-2 കാര്യങ്ങൾ മിസ് പറഞ്ഞു തരാം. ഇപ്പോ ഒരു മെറ്റൽ, ഒരാള് ഒറ്റയ്ക്ക് നിന്നാൽ, മെറ്റൽ എന്നല്ല ആരുമായിക്കോട്ടെ, ഒരാൾ ഒറ്റയ്ക്ക് നിന്നാൽ അവന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഒരു സംയുക്തം, ഒരു കോമ്പൗണ്ട് ആണെങ്കിലോ, ഒരു കോമ്പൗണ്ടിലെ ഓരോ ആൾക്കാരുടെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ സൾഫേറ്റും ഉണ്ട്, കോപ്പറും ഉണ്ട്. സൾഫേറ്റ് -2 ആണ്. അങ്ങനെയാണെങ്കിൽ കോപ്പർ
+2 ആയിരിക്കും. ഇനി നോക്കിക്കേ, സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറിയല്ലേ. അപ്പൊ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ സൾഫേറ്റ് -2 ആണ്. സോ സിങ്ക് ഇവിടെ +2 ആണ്. ഇനി നോക്കിക്കേ, കോപ്പർ ആറ്റമായിട്ട് മാറി ഒറ്റയ്ക്ക് നിൽക്കുന്നു. അവന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പൊ ഇവിടെ കോപ്പറിന് വന്ന മാറ്റം എന്താ? കോപ്പർ ആദ്യം +2 ആയിരുന്നു അല്ലെ. കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആയിരുന്നു. അതിൽ നിന്ന് അവൻ നേരെ 0യിലേക്ക് മാറി. അപ്പൊ 2 പോസിറ്റീവ് ചാർജ് മാറി 0 ആകണമെങ്കിൽ നമ്മുടെ കോപ്പർ എന്താ ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ കോപ്പർ 2 ഇലക്ട്രോണുകളെ മേടിച്ചിട്ടുണ്ടാവും. അപ്പോ 2 ഇലക്ട്രോണുകളെ മേടിച്ചിട്ടാണ് അവൻ കോപ്പർ ആറ്റമായിട്ട് മാറിയത്. ഇനി സിങ്കിനെ നോക്കിക്കേ, 0യിൽ നിന്നും +2യിലേക്ക് മാറി അല്ലെ. +2യിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മക്കളെ? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് വഴിയാണ് പോസിറ്റീവ് ചാർജ് വരുന്നത് അല്ലെ. അപ്പോ സിങ്കിന് 2 പോസിറ്റീവ് ചാർജ് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ടുണ്ട്. 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തത് വഴിയാണ് സിങ്കിന് 2 പോസിറ്റീവ് ചാർജ് വന്നിട്ടുള്ളത്. അപ്പൊ സിങ്ക് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു, ഓക്സിഡേഷൻ. കോപ്പർ അയോൺസ് ഇലക്ട്രോണുകളെ മേടിച്ചു, റിഡക്ഷൻ. അപ്പൊ സിങ്കിന് ഓക്സിഡേഷൻ നടന്നു, കോപ്പറിന് റിഡക്ഷൻ നടന്നു. ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ് എന്ന് നമുക്ക് പറയാം. സെറ്റ് ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് AgNO3യും കോപ്പറിനെയും ഉപയോഗിക്കാം. അപ്പൊ നോക്കിക്കേ, കോപ്പറും സിൽവർ നൈട്രേറ്റും എടുക്കുമ്പോൾ കോപ്പറിന് സിൽവറിനെ കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ് അല്ലെ, ക്രിയാശീലം കൂടുതലാണ്. അപ്പൊ കോപ്പറിന് ഈസി ആയിട്ട് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാം, ആദേശം ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്താ നടക്കുക? കോപ്പറ് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആളാണ് കോപ്പർ നൈട്രേറ്റ്. CuNO3 ട്വൈസും 2 സിൽവർ ആറ്റങ്ങളെയും കിട്ടും. ഇവിടെ കോപ്പർ ആദ്യം 0 ആയിരുന്നു, 0യിൽ നിന്ന് +2യിലേക്ക് മാറുന്നു. കോപ്പർ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ഓക്സിഡേഷൻ നടത്തി. ഇവിടെ നൈട്രേറ്റ് എടുത്താൽ നൈട്രേറ്റ് അയോൺസിന് -1ഉം സിൽവറിന് +1ഉമാണ് ചാർജ്. ഈ +1 ചാർജിലിരുന്ന സിൽവർ അയോൺസ് 0 ചാർജിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ അവൻ ഇലക്ട്രോണുകളെ മേടിച്ചു, റിഡക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഗാൽവനിക് സെൽ അഥവാ വോൾട്ടൈക് സെൽ എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു, രാസോർജത്തെ വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണങ്ങളാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട 1-2 പോയിന്റുകൾ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, റിയാക്ടിവിറ്റി കൂടിയ, ക്രിയാശീലം കൂടിയ ലോഹമായിരിക്കണം നമ്മുടെ ആനോഡ്. ലെസ് റിയാക്റ്റീവ് മെറ്റൽ, ക്രിയാശീലം കുറഞ്ഞ ലോഹമായിരിക്കണം നമ്മുടെ കാഥോഡ്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഗാൽവനിക് സെല്ലിൽ മാത്രമാണ് കാഥോഡില് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം നടക്കുന്നു, കാഥോഡിന് ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. മക്കളെ നോക്കിക്കേ, നമ്മൾ സിങ്കും കോപ്പറും ഉപയോഗിച്ചിട്ട് ഒരു ഗാൽവനിക് സെൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പൊ സിങ്കും കോപ്പറും എടുത്തു കഴിഞ്ഞാൽ സിങ്കിന് കോപ്പറിനെ കാട്ടിലും ക്രിയാശീലം കൂടുതലാണ്, റിയാക്ടിവിറ്റി കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനാ. മക്കളെ സിങ്ക് എപ്പോഴും 2 ഇലക്ട്രോണുകളെ ആടാ വിട്ടുകൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് Zn2+ ആയിട്ട് മാറും. 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ 2 പോസിറ്റീവ് ചാർജ് വരും. ഇനി റിയാക്ടിവിറ്റി കുറഞ്ഞ, ക്രിയാശീലം കുറഞ്ഞ കോപ്പർ ആണ് നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കാഥോഡ് ഇവിടെ കോപ്പർ ആണ്. കാഥോഡിൽ എന്താ നടക്കേണ്ടത്? റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ്. അപ്പൊ കോപ്പറില് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, കാഥോഡിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അയോണുകളെയാണ്. ഓക്കെ, കോപ്പർ അയോണുകൾക്കാണ് റിഡക്ഷൻ നടക്കേണ്ടത്. അപ്പൊ കോപ്പർ എപ്പോഴും 2 ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുക. അപ്പൊ കോപ്പറിനെ നമുക്ക് 2 പോസിറ്റീവ് ചാർജുള്ള Cu2+ അയോൺസ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. എന്റെ കുട്ടികൾ കണ്ടോ, നമ്മുടെ സിങ്ക് ഇവിടെ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ സിങ്ക് വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണുകളെ നമ്മുടെ കോപ്പർ അയോൺസ് മേടിക്കും അല്ലെ. അപ്പൊ 2 ഇലക്ട്രോൺസുകളെ കിട്ടിയാൽ ഇവിടെയുള്ള 2 പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടും. 2 പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെട്ട് കോപ്പർ അയോൺസ് കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. അപ്പൊ നോക്കിക്കേ, ആനോഡില് സിങ്ക് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു, ഓക്സീകരണം നടത്തി. കാഥോഡിൽ കോപ്പർ അയോൺ
അയോൺസ് ഇലക്ട്രോണുകളെ മേടിച്ചു, റിഡക്ഷൻ നടന്നു അല്ലെ. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ വെട്ടിപ്പോടാ. അപ്പൊ നമുക്ക് പറയാം Zn plus Cu2 plus gives Zn2 plus Cu. ഇതാണ് ഈ ഗാൽവനിക് സെല്ലിൽ നടന്നിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി മക്കളെ, ഒരു ഗാൽവനിക് സെല്ല് നമ്മൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം മിസ് പറഞ്ഞുതരാം. എടാ, ഏത് മെറ്റലിനെയാണോ നമ്മൾ എടുക്കുന്നത് അതേ മെറ്റലിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ ലവണ ലായനി എടുക്കണം. ഞാൻ ഇവിടെ സിങ്കിനെ വെച്ചാൽ സിങ്കിനെ ഞാൻ ഇറക്കി വെക്കേണ്ടത് എവിടെയാ? സിങ്കിന്റെ ലായനി ആയിട്ടുള്ള സിങ്ക് സൾഫേറ്റിൽ ഞാൻ ഇറക്കി വെക്കണം. ഈ ബീക്കറിൽ ഞാൻ കോപ്പറിനെ വെച്ചാൽ കോപ്പറിന്റെ സോൾട്ട് സൊല്യൂഷൻ ആണ് ആ ബീക്കറിൽ ഞാൻ എടുക്കേണ്ടത്. ഇനി ഇതിനെ തമ്മിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു വോൾട്ട് മീറ്റർ വഴി കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു സിങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ആനോഡാണ്, ആനോഡിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് സൈഡിലേക്കാണ് സിങ്കിനെ കണക്ട് ചെയ്യേണ്ടത്. കോപ്പർ ഇവിടുത്തെ കാഥോഡാണ്, കാഥോഡിന് ഗാൽവനിക് സെല്ലിൽ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് സൈഡിലേക്കാണ് കോപ്പറിനെ കണക്ട് ചെയ്യേണ്ടത്. ഇവിടം കൊണ്ട് കഴിയുന്നില്ല. ഇവിടെ റിയാക്ഷൻ, ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് കൂടെ വേണം. ഇവിടെയുള്ള അയോൺസ് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യുന്നു, കൃത്യമായിട്ട് പ്രവാഹം നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഒരു സോൾട്ട് ബ്രിഡ്ജ് കൂടെ വേണം. അപ്പൊ നമ്മുടെ ഗാൽവനിക് സെല്ല് കഴിഞ്ഞിരിക്കുന്നു. സെറ്റാണോ? അപ്പൊ മക്കളെ, റിയാക്ടിവിറ്റിയിൽ വ്യത്യാസമുള്ള 2 മെറ്റൽ, ക്രിയാശീലത്തിൽ വ്യത്യാസമുള്ള 2 മെറ്റൽസ് ആയിരിക്കണം നിങ്ങൾ ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. മഗ്നീഷ്യവും കോപ്പറും. മഗ്നീഷ്യത്തിന് കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ് അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഗാൽവനിക് സെല്ല് സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് ഇലക്ട്രോലിറ്റിക് സെൽ അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. മക്കളെ, ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കുന്നു, വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കും. ഇവിടെ ഒരു പ്രത്യേകത, ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിരിക്കും. അപ്പോ ഈ ഇലക്ട്രോലൈസിസ് 2 പേരുടെ പഠിക്കാനുണ്ട്. മോൾട്ടൺ NaCl ഉം NaCl സൊല്യൂഷനും ഉണ്ട് അല്ലെ. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 1 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ മാത്രം. ഉരുകിയ NaCl, മോൾട്ടൺ NaClനെ നമ്മൾ ഇലക്ട്രോലൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ ആനോഡിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ കിട്ടും, കാഥോഡിൽ സോഡിയത്തെ കിട്ടും. NaCl സൊല്യൂഷൻ ആണെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. ആനോഡിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ തന്നെ കിട്ടുക, പക്ഷെ കാഥോഡിൽ നമുക്ക് കിട്ടുന്നത് ഹൈഡ്രോജൻ ഗ്യാസിനെ ആയിരിക്കും. മക്കളെ, ലാസ്റ്റ് ടോപ്പിക് ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെ. ഒരു ലോഹത്തിന്റെ മേലെ മറ്റൊരു ലോഹത്തിന്റെ ആവരണം തീർക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, കോപ്പറിനെ ഇരുമ്പ് വളയുടെ മേലെ ചെമ്പ് പൂശണം. എന്റെ കുട്ടികൾ ആലോചിക്കേണ്ട ഇത്ര കാര്യമുള്ളൂ. കോപ്പറിനെ അയൺ ബാങ്കിളിന്റെ മേലെ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യണമെങ്കിൽ കോപ്പറിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും ഇനി അയോണിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യണം. ഏത് മെറ്റൽ കൊണ്ടാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് ആ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ അഥവാ ലവണ ലായനി നമ്മൾ എടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോ ഇവിടുത്തെ ആനോഡ്, പോസിറ്റീവ് ചാർജുള്ള ആനോഡ് ആരായിരിക്കും? നമ്മുടെ കോപ്പർ ആയിരിക്കും. നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് ആരായിരിക്കും? അയൺ ബാങ്കിൾ ആയിരിക്കും. കോപ്പറിന്റെ ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കേണ്ടത്, അതായത് കോപ്പർ സൾഫേറ്റ് ആയിരിക്കും ഇവിടെ എടുക്കേണ്ടത്. ഇനി നമുക്കറിയാം ആനോഡിൽ എപ്പോഴും നടക്കുന്നത് ഓക്സിഡേഷൻ ആണ് അല്ലെ. അപ്പൊ ആനോഡിൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ കോപ്പർ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് കോപ്പർ അയോൺസ് ആകുന്നു. കാഥോഡിൽ എന്താ നടക്കാന്നറിയോ? അയണിന് ഒരു മാറ്റവും നടക്കുന്നില്ലടാ. കാഥോഡില് ഈ കോപ്പർ അയോൺസ് ആണ് കാഥോഡിലേക്ക് പോകുന്നത്. കാഥോഡിൽ പോയിട്ട് ഈ കോപ്പർ അയോൺസ് 2 ഇലക്ട്രോണുകളെ മേടിച്ച് കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. ഈ കോപ്പർ ആറ്റമാണ് ഇരുമ്പ് വളയുടെ മേലെ, അയൺ ബാങ്കിളിന്റെ മേലെ പ്ലേറ്റിംഗ് ചെയ്യപ്പെടുന്നത്. ഇത്രയുള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ ദാ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി സെറ്റ് ആക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കളെ, ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കെമിസ്ട്രിയിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പുഷ്പം പോലെ ഫുൾ മാർക്ക്
മാർക്ക് തന്നെ മേടിച്ചിരിക്കും. ഈ തരുന്ന പ്രോമിസിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇത് മിസ്സിന്റെ പ്രോമിസ് ആണ്. അപ്പൊ എനിക്ക് എന്റെ കുട്ടികളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ എന്റെ ബെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ ബെസ്റ്റ് തന്നെ കൊടുക്കാം മക്കളെ. ഓരോ പരീക്ഷ എഴുതുമ്പോഴും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റണം, യെസ് ഐ ഡിഡ് മൈ ബെസ്റ്റ്, അല്ലെ, ഞാൻ എന്റെ 100% കൊടുത്തു പഠിച്ചു, ഞാൻ എന്റെ 100% കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ കെമിസ്ട്രി പരീക്ഷയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്റെ കുട്ടികൾ എല്ലാവരും ഇനിയുള്ള വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്ത് തന്നെ പഠിക്കുക. കൂടെ ഉണ്ടാവും, കൂടെയുണ്ട്, അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. അപ്പൊ മക്കളെ എല്ലാവരും നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്ത് കെമിസ്ട്രി പരീക്ഷയിൽ ഫുൾ മാർക്ക് മേടിക്കാൻ റെഡി ആണെങ്കിൽ യെസ് ഐ വിൽ ഡു മൈ ബെസ്റ്റ്, ഞാൻ എന്റെ ബെസ്റ്റ് കൊടുക്കും എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ബൈ.